നിങ്ങളതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. അതിനെന്നെ കാണുമ്പോൾ പേടിയാണ്, വാഴ പറഞ്ഞ് പേടിയത്. കുഞ്ഞുകുട്ടനോട് ഉണ്ടായിരുന്നു എവിടെയാണ് ചെമ്പോട്ട് കിടക്കണ്ടായിരുന്നു ആ ബോക്സിൻ്റെ ഉള്ളിൽ ചേർത്ത്. ദൈവമേ, ഏത് ചെളിയാവില്ല പെണ്ണില്ല. അല്ല പെണ്ണല്ലേ വലിയ കിടക്കണമെന്ന് ചെമ്പൂട്ടൻ്റെ കാലിൻ്റെ അടിയില്ല. രാജനെ എന്നെ കണ്ടു. ഇന്നുണ്ടല്ലോ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഓടാൻ വേണ്ടി പോണ സ്ഥലത്ത് ഞാൻ ഓടാൻ വേണ്ടിയിട്ട് വന്നേട്ടാ. ഇതാ മാനുകൾ നിൽക്കണ നോക്കിക്ക്. കുറേ മാനുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓടി. ഇന്നിപ്പോൾ ഇവിടെ നല്ല വെതറാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തണുപ്പുകാരന് ഓടാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കുറേ നാളെത്തി ഓടാൻ വേണ്ടിയിട്ട് വന്നത്. മാൻ നിൽക്കണ നോക്കിക്ക്. ഈ മരത്തിൻ്റെ കളർ മാൻ്റെ കളറൊക്കെ ഒരേ കളർ ആയതുകൊണ്ട് തന്നെ അവർ തിരിച്ചാണ് അത്രയ്ക്ക് അറിയാൻ പറ്റില്ല. നിൽക്കുന്നുണ്ടല്ലോ കണ്ടോ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മടങ്ങണം ഇലകളൊക്കെ കയറിയിട്ടാ. ഇത് നോക്കിയിട്ട് ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പോലെ നിൽക്കുന്ന ഒരു മരമാട്ടോ. ഇതിൻ്റെ എല്ലാം മാത്രം കൊഴിയില്ല കണ്ടോ. അതിന് മാത്രം ഒരു പച്ചപ്പുണ്ട്. ചെറിയ കുട്ടിയാട്ടോ. നമ്മളെ നടന്നുകൊണ്ടുള്ള കൂടുതൽ ഞാൻ നടക്കാൻ കൂടുട്ടോ. ഇതാ വേറെ ആൾക്കാർ അവിടെ നിൽക്കണ്ട. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പോകണം. ഇവിടെ എത്ര ആൾക്കാരെ നിൽക്കണം നോക്കിയിട്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. ഞാനിപ്പോൾ നടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ഇവർ നോക്കി നിൽക്കണത്. നിങ്ങൾ മാന ഇരിക്കണ കണ്ടിട്ടുണ്ട്. അവിടെ മാന ഇരിക്കണ നോക്കിക്ക്. അത് ആൺമാനാന്ന് പറഞ്ഞിട്ടാ. പെൺമാൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്.
പിന്നെന്താ ചേട്ടന് നമ്മുടെ ക്യാജിലും ക്യാഷൊക്കെ എങ്ങനെ പോയേ? അവര് വരുമ്പോ അവർക്ക് കൊടുക്കണ്ടേ? രണ്ട് റോഡി തരാം. ചിമ്പുട്ടാ ചേട്ടനെ അങ്ങോട്ട് പോയേ. വാ നമുക്ക് പോയി ചേട്ടനെ നോക്കാം. വാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്. ഈ കണ്ണ അത് പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് കിട്ടില്ല. പോട്ടെ എന്നാ എൻ്റെ പോയത്. ആസ്പിൻ്റെ ട്രീറ്റ് വേണോ? ആസ്പിൻ്റെ ട്രീറ്റൊക്കെ എല്ലാവരും ആരാ കഴിക്കുന്നത്? ചിമ്പും ക്യാഷും ക്യാജിലൊക്കെ ആസ്പിൻ്റെ ട്രീറ്റ് കഴിക്കാല്ലേ? വന്നിരിക്കുന്നു ചേട്ടൻ കണ്ണോ? എൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ആള് ആസ്പിൻ്റെ ട്രീറ്റ് തരാം. ഓക്കെ, അവൻ്റെ അടുത്ത് തല്ലുപിടിക്കാൻ പോകണ്ട. ചെറുക്കനെ ഒക്കെ എടുക്കണ്ട്. കൊച്ചിൻ്റെ ട്രീറ്റ് എടുത്ത് തരാം. വരുന്നു ഒരാള്. അവനെ കഴിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്നില്ല. ആ അവനെടുത്തുകൊണ്ടേ അവൻ കൊതിയനാ. എന്നാ നീ താഴെ വെച്ചേ. ഇത് നമ്മുടെ കാജലും ക്യാഷും വരുമ്പോ കഴിക്കാം. അവിടെ അകത്ത് പോയിട്ട് ഫുഡ് കഴിക്കും. ഓക്കെ, ചിമ്പു കല്ല് വരെ എടുത്ത് നക്കണേ. ആഹാ ചിമ്പു ചിമ്പു ഒരോടി കോഴിനയച്ചിടാ. നമ്മുടെ കേസ് ഇപ്പൊ പറക്കൂട്ടാ. കേസൊന്നും പറക്കാതെ ഇവിടെ നോക്കുക. അപ്പം എന്നിട്ടൊക്കെ പണിയെടുക്കണേന്ന്. അത് ഗ്രീൻ ഹൗസിൽ എന്തൊക്കെയോ പണിയുണ്ടെന്ന് മനസ്സിലായി. നീ അവൻ്റെ പിന്നാലെ ഓടണ്ടാണ് കണ്ടു. അപ്പം ഉണ്ടല്ലോ ചിമ്പു ഇവിടെ വന്നിരിക്കടാ. അവനെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് വിളിച്ചതാ. വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. നീ നിനക്ക് ട്രീറ്റില്ല. എത്ര ട്രീറ്റാണ് ഞാൻ നിനക്ക് തന്നത്. അപ്പേ ഇന്ന് ഞാൻ നിങ്ങളേനെ ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. ഇത് സാധനം എന്താണെന്ന് ഏറ്റാദ്യം പറഞ്ഞേക്കാം. ഇതുണ്ടല്ലോ നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, നമ്മുടെ സഫ്രോൺ ഉണ്ടല്ലോ, സഫ്രോണിൻ്റെ സീഡാട്ടാ ഇത് ഒരു ഉള്ളിയാണത്. നമ്മൾ സാധാരണ തുളുപ്പ് അതൊക്കെ നടുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളിയല്ലേ നമ്മൾ നടുന്നത്. അതേപോലെ നമ്മുടെ ഈ സഫ്രോണിനായിരുന്നാലും നമ്മുടെ കുങ്കുമപ്പൂവിനായിരുന്നാലും അതിന് നടുന്നത് ഒരു ഉള്ളിയാണ്. പക്ഷേ ഈ ഉള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് പിടിക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഒരു പപ്പ് പോലെ ഒരു സാധനം ഉണ്ട്. ചെറുതായിട്ട് ഇതുമ്പോൾ മുള വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറച്ചും കൂടി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഞാൻ ട്രൈപോഡിന്മേലാണ് ക്യാമറ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ കയ്യിൽ പിടിച്ചാലുണ്ടല്ലോ
നല്ല വെൽവെറ്റ് പിടിക്കുന്ന പോലെയാണ് ഈ സാധനം. അല്ലെങ്കിൽ നമ്മൾ ഈ കോഴിയുടെ പപ്പൊക്കെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കില്ലേ, അത്രയ്ക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇതാണ് സാധനം. ഇത് ഞാനപ്പോൾ ഓൺലൈൻ വഴി ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ 10 എണ്ണമാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സാധനം ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെ എങ്ങും നട്ടൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഞാനത് വാങ്ങാൻ വേണ്ടി പരിപാടി ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചേക്ക് വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയൊരു തണുപ്പുള്ളപ്പോഴാണ് ഈ സാധനം നടേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ ഏതൊരു പാർക്കിൽ ഈ സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇത് സാധാരണ എനിക്ക് തോന്നുന്നു ഈ തുളുപ്പൊക്കെ പൊന്തി വരുന്ന സമയത്താണ് ഇതും പൊന്തി വരാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ തുളുപ്പൊക്കെ പൊന്തി വന്ന് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചും കൂടി നേരത്തെ നടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴും തണുപ്പ് മാറിയിട്ടില്ല. അണ്ട് എനിക്കിപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഇത് ശരിക്കും ഇത് കിഴങ്ങ് നട്ടിട്ടുണ്ട് അല്ല, ഇതിൻ്റെ ഉള്ളി നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുളുപ്പുണ്ടല്ലോ, തുളുപ്പ് ഇങ്ങനെ പൊന്തി വരുന്ന പോലെ ഇത് പൊന്തി വരും. അത് കഴിഞ്ഞിട്ട് ഈ സഫ്രോണിന് എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വില എന്നറിയോ? അതിൻ്റെ ഈ അതിൻ്റെ ഈ പൂമ്പൊടിയുമ ഈ പൂവാട്ടാ നമ്മുടെ സഫ്രോണിൻ്റെ പൂവാണിത്. അതുമ്പോൾ 3 ചുമന്നിട്ട് 3 ഇങ്ങനെ ഒരു കോല് പോലെ നിൽക്കണില്ലേ, ആ സാധനം ഇങ്ങനെ ചെടികളുമ്പോൾ ഇങ്ങനെ കാണാറില്ലേ നമ്മള്, അതിൻ്റെ പൂമ്പൊടിയുടെ മുകളിൽ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ ഒരു കോല് പോലെ ഇങ്ങനെ സാധനം കാണാറില്ലേ, അത് ഇതിനിങ്ങനെ ഒരു 3 എണ്ണമാണ് ഉണ്ടാവുക. നമ്മുടെ ആ സഫ്രോണിൻ്റെ അത് കണ്ടിട്ടില്ലേ, നമ്മൾ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ, അത് ഒരെണ്ണത്തിന്മേന്ന് നമുക്ക് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം കിട്ടുള്ളൂ. അതിന് തീരെ കനമൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു കുഞ്ഞൊരു നൂല് പോലെയുള്ള ഇരിക്കുന്നത്. അപ്പം കുറേ ചെടികൾ ഉണ്ടായാലല്ലേ നമുക്ക് കുറച്ചെങ്കിലും സഫ്രോൺ കിട്ടുള്ളൂ. പിന്നെ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയും ചെയ്യില്ലല്ലോ. എനിക്ക് തോന്നുന്നു കാശ്മീരിലേക്ക് ഇത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ വില കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിമേന്ന് നമുക്കൊരു പൂമേന്ന് നമുക്ക് ഒരു നുള്ള കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനത്തിന് ഇത്രയ്ക്ക് വില. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ നട്ടു നോക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇവിടെ ഉണ്ടാവും സാധനം, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു മാസം മുമ്പ് ചെറിയൊരു സ്നോ ഒക്കെയാണ് മാറിക്കഴിയുന്ന സമയത്താണ് നട്ട് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ നടണമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ന്യൂയോർക്കിലെ ഒരു പാർക്കിൽ ഈ സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാ നട്ടേന്നൊന്നും അവരതിനകത്ത് എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുതിയ തോട്ടം ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഞാൻ നമ്മുടെ ഡാലിയയുടെ വിത്താണ് നടാന്ന് വിചാരിച്ചേക്കുന്നത്. അതിനകത്ത് ഒരു സൈഡിൽ നമ്മുടെ ഇത് നടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സാധനം. ഇതിപ്പോൾ ഓൾറെഡി ഈ ഉള്ളി മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമാട്ടോ, ഇത് കയ്യിലും ഇങ്ങനെ പിടിക്കണം, നല്ല എന്താ പറയുക, നല്ല പട്ട് പോലെ ഇങ്ങനെ ഇരിക്കണം. അതേപോലെ നിറച്ച് ഇതുമ്പോൾ ഒരു തരം നിറച്ച് അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ മുടി പോലെ ഇങ്ങനെ ഒരു സാധനം അതിന്മേൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്ന സാധനം അത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്കിത് നട്ട് നോക്കാം. പിടിച്ച് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. പ്രാവശ്യം പിടിച്ച് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. പ്രാവശ്യം പിടിച്ച് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ എന്തായിരുന്നാലും കുറച്ചും കൂടി നേരത്തെ നടും. പക്ഷേ ഇന്നാണ് ഇവിടെ ഏറ്റവും നല്ല വെതർ വന്നേക്കുന്ന ദിവസം കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ അങ്ങനെ തണുപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അധികം ഐസൊന്നും വീഴൊന്നുമില്ല. ഇനിയിപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മരങ്ങളുമ്പേക്ക് വലിയ മരത്തുമ്പേക്ക് ചെറുതായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട്, ചിലതുമ്പേക്ക് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കട്ടെ. കാരണം ആദ്യമായിട്ട് വരുന്ന ഇലയുടെ കളർ മിക്ക മരത്തിനും പൂവായിട്ടാണ് ഇവിടെ വരാം. അതുകഴിഞ്ഞിട്ട് പൂ മാറിയിട്ടാണ് ഇലയായിട്ട് വരുന്നത്. ഇവിടെ ചെറി ബ്ലോസത്തിന്മേക്ക് പൂവുണ്ടായി വരണുള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ എല്ലാ വർഷം കാണിക്കാറുണ്ട്, അത് നിറച്ചും പൂവുണ്ടാവും. പക്ഷേ നിയ വാഷിങ്ടൺ DC അവിടെയാണ് ശരിക്കും ഈ ചെറി ബ്ലോസം കണ്ടമാനം ഉള്ളത്. എനിക്കാണ് ഇവിടെ അമേരിക്കയിൽ ഏറ്റവും ആദ്യം വന്നത് അവിടെയാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ഇവിടത്തേനേക്കാളും കുറച്ചും കൂടി ചൂട് കൂടുതലാണ്. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ. പക്ഷെ അവിടെ ഇവിടുത്തെ അത്രയ്ക്ക് തണുപ്പില്ല. അപ്പോൾ നിയ പറഞ്ഞ അവിടേക്ക് ഓൾറെഡി ഇത് വിരിഞ്ഞ് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ ഓൾറെഡി എല്ലാവരും വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറി ബ്ലോസം അധികം ദിവസം നിൽക്കില്ല, ഒരു 2 ആഴ്ചയ്ക്ക് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോകും. അപ്പോൾ നീ പറഞ്ഞാൽ അവിടേക്ക് ഓൾറെഡി അത് വിരിഞ്ഞ് കഴിഞ്ഞു. അവിടെ ആ സമയത്ത് അവിടെ കണ്ടമാനം ടൂറിസ്റ്റുകളൊക്കെ വരും. നീയൊക്കെ അവിടെ അങ്ങനെ ഓരോ പാർക്കുകളൊക്കെ ഉണ്ട് അവിടെ. ഇതിങ്ങനെ നിറച്ചിങ്ങനെ മരത്തുമ്പോൾ പൂണ്ടായി നിൽക്കും. ഭയങ്കര ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്.
നീയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നീ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു, ഈ വർഷം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് വീഡിയോ പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പിടിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ടൊന്നും പിടിച്ചൊന്നും. ഞാൻ പറഞ്ഞു ഈ കാണിക്കുക, ഞാൻ ഇന്നവരെ അവിടെ പോയി കണ്ടിട്ടില്ല. എല്ലാ വർഷവും ഞങ്ങളും പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ചെറി ബ്ലോസത്തും പൂ ഉണ്ടായി വരണുള്ളൂ. കാരണം ഇവിടെ കുറച്ചുകൂടി തണുപ്പുണ്ടല്ലോ. അപ്പോൾ മരത്തുമ്മയ്ക്ക് നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റാദ്യം മഞ്ഞയല്ല, നല്ല തത്തമ്മ പച്ച പോലത്തെ പുതിയ ഇലയാണല്ലോ, നല്ല പച്ച കളറിലാണ് വര, ഭയങ്കര ലൈറ്റായിട്ടുള്ള കളറിൽ വര. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിക്കുള്ള ഇലയായിട്ട് വരുന്നത്. അപ്പോൾ ഈ കൂടുതലൊന്നും പറയില്ല, ഞാൻ ഇതൊന്നും നട്ടേ. കാരണം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ഇപ്പോൾ നട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ദിവസം ചെല്ലുന്ന പറഞ്ഞാൽ ഇത് സമയം വൈകി വരാണല്ലോ. ബാക്കിയുള്ള ചെടികൾ ഇപ്പോൾ 2-3 ദിവസം വൈകിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളിത് വാങ്ങിച്ചത് വേസ്റ്റായി പോകുമല്ലോ. അപ്പോൾ ഞാനിത് നിങ്ങളെ കുറച്ചുകൂടി ക്ലോസപ്പ് കാണിച്ചു തരാം. നമ്മുടെ ചിമ്പൂട്ടിൻ്റെ അവിടെ ഉണ്ട്. ആസ്പിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ശരി, നമുക്കിനി നടാം. ക്ലോസപ്പ് കാണിക്കട്ടെ. ചിമ്പു പാടാ. ഇതാട്ടാ സാധനം, കാണാൻ പറ്റണില്ലേ? നല്ല ഭയങ്കര സോഫ്റ്റായി ഈ സാധനം, കണ്ട? ഇതാണ് ഇതിൻ്റെ ഉള്ളി. ഇങ്ങനത്തെ 10 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കോഴി എന്തിൻ്റെ കേടാ? എവിടെ ഇപ്പോൾ പോൾസേട്ടൻ മണ്ണ് കൊണ്ടുവന്നിട്ടേ, പുതിയ മണ്ണ്, അത് മാന്താൻ വേണ്ടിയിട്ട് വരുന്നത് ഈ കോഴികൾ. ഇതാട്ടാ ഈ മരത്തുമ്മ ചെറുതായിട്ട് ഇലകൾ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ തത്തമ്മ പച്ച പോലെ കാണുന്നില്ലേ, ഇതാട്ടാ ഇലയാട്ടാ. അത് ശരിക്കും പൂവാണത്. പൂവാണ് ഈ ഇലയായിട്ട് മാറുന്നത് കേട്ടാ. അതിൻ്റെ കളർ നോക്കിക്കുക, എന്തോരു ഭംഗിയല്ലേ. ഇത് വലിയൊരു മരാട്ടത്, നമ്മൾ നിറച്ചുണ്ടായി നിൽക്കണണ്ട. നമ്മുടെ ഈ റോസുമൊക്കെ നോക്കിക്കേ, നിറച്ച് ഇലകൾ വന്നിട്ടുണ്ട് കേട്ടാ. വിൻ്ററായി പോയതുമ്പോൾ ഒട്ടും ഇല ഉണ്ടായിരുന്നില്ല. ഈ റോസ് നിങ്ങൾക്ക് മനസ്സിലായ കഴിഞ്ഞ പ്രാവശ്യം ഇതുമ്പോൾ നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ഭംഗിയുള്ള നമ്മൾ ബൊക്കയിലൊക്കെ വെച്ചിട്ട് കാണില്ലേ, നല്ല വലിയ പെറ്റൽസൊക്കെ ആയിട്ടുള്ള റോസാപ്പൂ, 2 ഡബിൾ ഷെയ്ഡായിട്ടുള്ളത്. ആ റോസാട്ടത്. ഇതുമ്പോൾ ഈ വർഷം കുറേ പൂ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം കുറേ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒരു കൊമ്പ് കുറേ ഇതിങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന റോസാട്ടാ. നമ്മളിതിനെ പടർത്താൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു കമ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടുണ്ടായി വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് നടാം. നമുക്ക് He's pooping in there. Sorry. ഒരുപാട് വലിയ കുഴി ഇതിന് ആവശ്യമില്ല, കാരണം അത് ചെറിയ കിഴങ്ങാണല്ലോ. കോഴികൾക്കൊക്കെ പുല്ല് വലുതായി കഴിയുമ്പോൾ പുല്ല് തിന്നാറായല്ലോ. കുട്ടികളെല്ലാവരും ഇങ്ങനെ നടന്ന് പുല്ലൊക്കെ തിന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. അടുത്ത സെറ്റ് താറാവുകൾ ഇതേ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഗീസ് വിളിക്കണ സൗണ്ട് കേട്ടാ. ഗീസ് വിളിക്കുമ്പോൾ ഇതേ എല്ലാവരും പിന്നാലെ ചെല്ലുന്നുണ്ട്.
ഭയങ്കര രസമായിട്ടുണ്ട് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. നമ്മുടെ ഡാലിയ തോട്ടായിട്ടാണ് കിടക്കണത്, അതിനൊക്കെ ഒന്ന് ശരിയാക്കണം. കുറേ പണികളുണ്ട് നമുക്ക്. പുല്ലിന് ചില സ്ഥലത്തേക്ക് നല്ല പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗീസാണ് ഇപ്പോൾ നേതാവ്, പുള്ളിയാണ് എല്ലാവരെയും കൊണ്ട് നടക്കണത്. താറാവുകളും കോഴികളും എല്ലാവരും സെറ്റാട്ടോ. ചീമ്പൂട്ടൻ എന്താ ചീമ്പൂട്ടൻ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. കോഴീനെ പിടിക്കാൻ പോണതുണ്ട്, അവൻ്റെ സൂത്രം കണ്ടോ? ആ കോഴീനെ നോക്കിക്കുന്ന കാണണം. കോഴീനെ പിടിച്ച് തിന്നാനുള്ള പരിപാടിയായിരുന്നു, പക്ഷേ നടന്നില്ല. ഈ കോഴി എന്ത് ഇങ്ങനെ നിൽക്കണേ? മുട്ടയിടാനാണോ ഇങ്ങനെ നിൽക്കണേ? ഇതെന്തു പറ്റി? മയിൽ നിൽക്കണവരെ നിൽക്കണേ ദൈവമേ. മുട്ടയിടാനാന്ന് മുട്ടയിട്ടായിരിക്കും, മുട്ടയിട്ടായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, കോഴി ഞാനിങ്ങനെ നിൽക്കണ കണ്ടിട്ടില്ല. ചിമ്പുട്ടനെ ഓടിച്ചു അതിനെ. എൻ്റെ കാര്യം പറഞ്ഞു. ഇതാട്ടാ ഞാൻ എടുത്തുകൊണ്ടുവന്ന മുട്ടയുടെ കളർ നോക്കിക്കേ. ഇതിനകത്ത് നമ്മുടെ ബ്ലൂ കളർ മുട്ടയുണ്ട് കേട്ടോ. ഇതിനകത്ത് കണ്ട, നമ്മുടെ ഒരു താറാവ് ബ്ലൂ കളർ മുട്ടയിടുന്ന് പറഞ്ഞില്ലേ, ആ മുട്ടയാണ് അതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. മറ്റേത് സാധാരണ വെള്ള കളർ, സാധാരണ നമ്മുടെ താറാവ് ഇടണ മുട്ട. മറ്റേതും താറാവ് ഇടം തന്നെയാണ്, പക്ഷേ അത് ബ്ലൂ കളറാണ്. മറ്റേത് നമ്മുടെ കോഴിയുടെ മുട്ട. നല്ല രസമല്ലേ കളർ കാണാൻ വേണ്ടിയിട്ട്? നല്ല ഭംഗിയത്. അതിൻ്റെ ഉള്ളിൽ കൂടെ അത്ര കാണാൻ പറ്റില്ല. കണ്ട, ആ വെള്ളമുട്ട അതിൻ്റെ അടുത്തിരിക്കുമ്പോഴല്ലേ അതിൻ്റെ കളറ് ശരിക്കും അറിയണേ നിങ്ങൾ. ഒരു മുട്ടയിട്ടില്ല, പക്ഷേ മുട്ടയിടുന്ന പോലെയൊക്കെ നടക്കണുണ്ട്. അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇനി വല്ലതും പറ്റിയോ എന്തോ. പിന്നെ നിങ്ങളതിനെ വേറൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു. മെയിനായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഇതാണ്. നമ്മുടെ ഇവിടെ വിഷു കൊന്നാന്ന് പറയില്ലേ, ഇന്ന് വിഷു കേട്ടാ. നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കണം. വിഷുവിൻ്റെ സമയമാകുമ്പോഴാണ് ഇത് വിരിയാന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. ഇതിനെ ഞാൻ എന്നും നമ്മുടെ കണി കൊന്നാന്നാണ് പറയുക. വിഷുവിൻ്റെ സമയമാകുമ്പോൾ പിന്നെ സെയിം കളറാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കയിലെ കണിക്കൊന്നേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുങ്കുമപ്പൂവ് ഞാനവിടെ നമ്മുടെ പുതിയ തോട്ടത്തിൽ നട്ടിട്ടുണ്ട്. പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ ഞാൻ കാണിക്കാം കേട്ടോ. പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മുണ്ടത്തി കോഴി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്.